നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വീറ്റ് ലൈം അഥവാ സ്വീറ്റ് ലെമൺ എന്നറിയപ്പെടുന്ന മുസംബിയാണ് ഇന്ന് തൊടിയിലെ ചെടിയിൽ പരിചയപ്പെടുത്തുന്നത്. സിട്രേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിട്രസ് ലൈമേറ്റ എന്നാണ്. ഈ ഓറഞ്ച് വിഭാഗത്തിൽ നിരവധി ചെടികൾ അറിയപ്പെടുന്നുണ്ട്. സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ഓറഞ്ച് എന്നറിയപ്പെടുന്ന പല ചെടികളുണ്ട്. മധുര ഓറഞ്ച്, പുളി ഓറഞ്ച്, മാൻഡാരിൻ ഓറഞ്ച്, സാത്തുകുടി അഥവാ മുസംബി എന്നിവയാണ് ഇതിൽ ചിലത്. സാത്തുകുടിയെ ചില ഇടങ്ങളിൽ മധുര ഓറഞ്ച് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയിൽ പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ഇത് വിപുലമായി കൃഷി ചെയ്യപ്പെടുന്നത്. മധുര നാരക ചെടിയോട് സാദൃശ്യമുള്ളതാണ് ഈ മുസംബി മരം. 8 മീറ്ററോളം ഉയരത്തിൽ വരുന്ന ഒരു നിത്യഹരിത ഇടത്തര വൃക്ഷമാണ് മുസംബി. ചെറിയ ശാഖകളോട് കൂടിയിട്ടുള്ള ഇതിൻ്റെ തടിക്ക് അത്ര ഉറപ്പില്ലാത്തതാണ്. 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളത്തിലാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. അത് ഒരു പച്ച കലർന്ന മഞ്ഞ നിറത്തോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഇല. അതിന് ഹൃദ്യമായ സുഗന്ധവുമുണ്ട്. ചെറിയ ശാഖകളോട് കൂടിയിട്ടുള്ള ഇതിൻ്റെ തടിക്ക് അത്ര ഉറപ്പ് കാണില്ല. 2 മുതൽ 3 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതിൻ്റെ പൂക്കൾക്ക് വെള്ള നിറമാണുള്ളത്. ഇതിൻ്റെ ഫലം ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. അത് വളരെ ഇറുകിയതും ഫലമജ്ജയോട് ചേർന്നിട്ടുമാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പുറന്തോടിന് വളരെ കട്ടിയുമുണ്ട്. സാധാരണ മധുരനാരങ്ങയുടെ അല്ലികൾ പോലെ ഇത് അടർത്തുവാൻ വളരെ പ്രയാസമായിരിക്കും. വളരെ ഹൃദ്യമായ രുചിയാണ് ഈ മുസംബിക്കുള്ളത്. രോഗബാധിതർക്കും ക്ഷീണിതർക്കുമൊക്കെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ മുസംബി. അത് ജ്യൂസൊക്കെ ആയിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണ്. ആൻറ്റി മൈക്രോബിയൽ ഗുണമുള്ള ഈ മുസംബിക്ക് വളരെയധികം പോഷകമൂല്യമുള്ള ഒരു ഫലമാണിത്. ഒബാക്യുനോൺ, കൗമാരിൻ, ബീറ്റാ സീറ്റോസ്റ്റിറോൾ തുടങ്ങിയ രാസഘടകങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ മൂസമ്പി സുന്ദരികളെ ഉണ്ടാക്കുന്ന പറയാം. കാരണം മൂസമ്പിയിൽ അത്ര അധികം പോഷകമുണ്ട്. ഇതൊരു ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. ഈ മൂസമ്പിയുടെ ദിവസേന എല്ലാ ദിവസവും ഓരോ ഗ്ലാസ് അതിൻ്റെ ആ നീരെടുത്ത് കഴിക്കാം. ആ നീരെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ശുദ്ധീകരിക്കും, രക്തശുദ്ധീകരമാണ്. ശരീരത്തിന് ആവശ്യമായ തൊലിക്ക് ആവശ്യമായ പോഷകങ്ങളെ ധാരാളം കൊടുക്കും, ശരീരം ശീതമാക്കും, എനർജി കിട്ടും. പിന്നെ ഇതിൻ്റെ ഈ തോട് ഉണക്കി പൊടിച്ച് വെച്ചാൽ അത് തോട് ഈ പാലിൽ കലക്കിയിട്ട് മുഖത്ത് ഫേസ് പാക്ക് ആക്കി വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന കുരു പോവും, മുഖത്തിലുള്ള ചർമ്മങ്ങൾ വളരെ സ്മൂത്താവും, നല്ല ഭംഗി ഉണ്ടാവുമെന്നാണ് പറയും. അതുപോലെ തന്നെ ഈ ഗർഭിണികൾക്ക് അതുപോലെ പ്രമേഹ രോഗികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു പഴമാണ്. ഈ ഗർഭിണികൾ ദിവസേന മൂസമ്പി ജ്യൂസ് കഴിച്ചാൽ ഉണ്ടാകുന്ന കുട്ടി നല്ലോണം ആരോഗ്യത്തോടുകൂടി, നല്ല നിറത്തോടുകൂടി, നല്ല എന്താ പറയുക, ഒരു പ്രഭയോടുകൂടി ജനിക്കുന്ന പറയും.